ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദ ഗെയിം ഷോ എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫിലിമിൻ്റെ തുടക്കത്തിലാകട്ടെ ഒരു ആങ്കർ വന്നിട്ട് ഗെയിമിൻ്റെ ഇൻട്രോ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ലുക്ക് വാട്ട് ഐ ഡിഡ് എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. ടോപ്പായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ആ ഗെയിം കളിപ്പിക്കുകയാണ് അവർ. ഗെയിം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും എന്ത് തരം വീഡിയോസാണോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ആ ടൈപ്പ് പെർഫോമൻസ് അവരിവിടെ ആളുകളുടെ മുന്നിൽ ചെയ്യണം. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ജയിക്കും, അല്ലെങ്കിൽ അവർ തോൽക്കും. ഇതിൽ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് അന്ന എന്ന പെൺകുട്ടിയാണ്. അവൾ സിംഗറാണ്, അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഒരു പാട്ടാണ് പാടുന്നത്. പെട്ടെന്ന് അവളുടെ ശബ്ദമിടറിയതും ഒരു തോക്ക് പോലത്തെ ഒരു സാധനം വെച്ച് അവളെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അവൾ അവിടെ മരിക്കുന്നു. കാരണം അവൾ ആ ഗെയിമിൽ ഫെയിലായിരിക്കുന്നു. ഇപ്പോഴാണ് ഈ ഗെയിമിൻ്റെ മറ്റൊരു റൂൾ മനസ്സിലാകുന്നത്. ഗെയിമിൽ തോറ്റവരെ അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു കൊമേഡിയനാണ്. എന്നാൽ അയാളും തോൽക്കുന്നു. അങ്ങനെ അയാളും മരിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു ഷെഫാണ്. അയാളാകട്ടെ ഒരു ഐറ്റം അവിടെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ആങ്കർ വന്നിട്ട് അയാൾക്കൊരു മീറ്റ് തിന്നാനായി കൊടുക്കുന്നു. അയാൾ പറയുന്നുണ്ട് താൻ വെജിറ്റേറിയനാണ്, തനിക്കിത് തിന്നാൻ സാധിക്കില്ല എന്ന്. എന്നാൽ അയാൾ പറയുന്നു ഇത് ഓഡിയൻസ് ആവശ്യപ്പെട്ടതാണ്, ചെയ്തേ പറ്റൂ എന്ന്. അങ്ങനെ അയാൾ മടിച്ച് അത് കഴിക്കുന്നു. അങ്ങനെ ആ ഷെഫ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തുകയാണ്. അടുത്തത് പങ്കെടുക്കാൻ വരുന്നത് ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറാണ്. അവളാണ് നമ്മുടെ ഇതിലെ നായിക. അവളാകട്ടെ മെസ്സായി മേക്കപ്പ് ഇടുന്നു. അത് കണ്ട് ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട്. എന്നാൽ അവളെ വേറെ ആരോ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞതും അവളെയും ഷൂട്ട് ചെയ്യാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു കപ്പിളാണ്. അവരെയും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആകുന്നു. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ റൗണ്ടിൽ ആ ഗെയിം ഷോയുടെ ആളുകൾ പറയുന്നത് പോലെ വേണം ആക്ട് ചെയ്യാൻ. ഗെയിം ഷോയുടെ ആളുകൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആയവർക്ക് കൊടുക്കുന്നത് ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നും ഡാൻസ് ചെയ്യണം എന്നുള്ള ടാസ്ക്കാണ്. അങ്ങനെയാകട്ടെ ആദ്യം ഡാൻസ് ചെയ്യാനായി വരുന്നത് ആ ഷെഫാണ്. എന്നാൽ പകുതിക്ക് വെച്ച് അയാൾ ഫെയിലായി, അയാൾ മരിക്കുന്നു. എങ്ങനെ ആ കപ്പിൾ തന്നെ ആ ഒരു റൗണ്ടും വിജയിക്കുകയാണ്. ആ കപ്പിൾ ആ ഗെയിം വിൻ ചെയ്തതുകൊണ്ട് തന്നെ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു. നിങ്ങൾ ആരെങ്കിലും മറ്റേയാളെ ഷൂട്ട് ചെയ്യണമെന്ന്. അവർ പരസ്പരം പറയുന്നുണ്ട് തങ്ങൾക്ക് പറ്റില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് ആ ഗെയിമിൻ്റെ ആൾക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നോക്കുകയും അങ്ങനെ അവർ വഴക്കിടാനും തുടങ്ങുകയാണ്. അങ്ങനെ മാർക്കാകട്ടെ അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ ആ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് മാർക്കാണ്.